സിക്സ്ത് മോഡ്യൂളിൽ ഇനി നോക്കാനുള്ള ടോപ്പിക്ക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051. ആകെ നമുക്ക് 3 ടോപ്പിക്സാണ് ആറാമത്തെ മോഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. അതിൽ അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051 ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. സെക്കൻഡ് ടോപ്പിക്കാണ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് 8051. തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ദാറ്റ് മീൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്ന പെരിഫറൽ ഡിവൈസസുമായിട്ട് ഡീൽ ചെയ്ത് വരുന്ന ഒരു അഞ്ചാമത്തെ പെരിഫറൽ ഡിവൈസായ 8253 ആണ് ഇനി മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് ആറാമത്തെ മോഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ശരിക്കും 8051 ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 8086ൻ്റെയും ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ നോക്കിയിരുന്നു. ശ്രദ്ധിക്കുക, അഡ്രസ്സിംഗ് മോഡ്സിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റിലും കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ ടൈപ്സ് എല്ലാം 8086നും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഓഫ് 8086 ഉണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഓഫ് 8086 ഉണ്ട്. അപ്പം നാച്ചുറലി നമ്മൾ എഴുതുമ്പോൾ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അരിത്തമെറ്റിക് ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണല്ലോ നാച്ചുറലി ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറൻസ്, അതുപോലെ ഇപ്പം മള്ളൊക്കെ ആണെങ്കിൽ, മൾട്ടിപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ 8086ൽ നമ്മളിപ്പം BL എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഓൾറെഡി ബൈ ഡിഫോൾട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് AL ആണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ വൺ ഓഫ് ദ ഓപ്പറൻറ്റ് അക്യുമുലേറ്ററിലുണ്ട് എന്ന നിഗമനത്തോടു കൂടിയാണ് BL ഇൻക്ലൂഡ് ചെയ്ത്, ഇൻസ്ട്രക്ഷനിൽ BL ഇൻക്ലൂഡ് ചെയ്ത് BL എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. 8086ൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ BL എന്ന് വെച്ച് കഴിഞ്ഞാൽ AL ചെയ്തിട്ട് റിസൾട്ട് AXൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, AB എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ അങ്ങനെ തന്നെയുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് വേറെ ഒരു ഓപ്പറൻസും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒൺലി ദ ഓപ്പറൻസ് ബിറ്റ്വീൻ A ആൻഡ് B. A എന്നും B എന്നും പറയുന്ന 2 CPU രജിസ്റ്റേഴ്സിലുള്ള ഓപ്പറൻസ് തമ്മിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന ഒരൊറ്റ ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. വേറെ ഒരു ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ div ABക്ക് പുറമെ വേറെ ഒരു ഇൻസ്ട്രക്ഷൻ ഡിവിഷൻ ചെയ്യാനോ യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് R0 അല്ലെങ്കിൽ B R5. കാരണം നമുക്ക് മറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എല്ലാം അഡീഷൻ, സബ്ട്രാക്ഷനെ യൂസ് ചെയ്യാമെങ്കിൽ പോലും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ബൈ ഡിഫോൾട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 ഇൻസ്ട്രക്ഷൻസ് എന്താണ്? ABയും div ABയും, അല്ലാതെ വേറൊരു ഇൻസ്ട്രക്ഷനും ഇല്ല. അതേസമയം 8086ൽ അങ്ങനെയല്ലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക, കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. സോ ആക്ച്വലി ഇൻ ദ കേസ് ഓഫ് 8051 വി ആർ ഹാവിങ് 5 ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ദാറ്റ് മീൻസ് ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് 5 കാറ്റഗറീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ഇതിൽ ലോജിക്കലും ബൂളിയൻ വേരിയബിളും ഓൾമോസ്റ്റ് സിമിലർ കൺസെപ്റ്റാണ്. ദാറ്റ് മീൻസ് ആൻഡ് ഓർ XOR എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് ബൂളിയൻ വേരിയബിളും ചെയ്യുന്നത്, ലോജിക്കലായാലും ബൂളിയൻ വേരിയബിൾ ആയാലും. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ക്യാരി ബിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ആൻഡ് ഓർ XOR എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ് ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസിൽ ചെയ്യുന്നത്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിഹൗ നമുക്ക് ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻസ് 1 by 1 നോക്കണം. ഓക്കെ, സോ ദ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്. ഈ ഒരു ടേബിൾ കണ്ട ഉടനെ ടെൻസ്ഡ് ആവണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും എങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ഇൻസ്ട്രക്ഷൻസൊക്കെ എങ്ങനെ എഴുതി വെക്കാൻ പറ്റും എന്ന ടെൻഷൻ യാതൊരു കാരണവശാലും വേണ്ട. ബിക്കോസ് ഈ പറയുന്ന ഫസ്റ്റ് 4 ഇൻസ്ട്രക്ഷൻസ് പഠിച്ചാൽ ഓക്കെ, പിന്നെ ഉള്ളതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ദാറ്റ് മീൻസ് ആഡിന് പകരം ADDC വരും, അല്ലെങ്കിൽ പിന്നെ SUBB വരും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദ ഫസ്റ്റ് 12 ഇൻസ്ട്രക്ഷൻസ് റാൻഡംലി. ഓക്കെ, ആദ്യത്തെ 4 ഇൻസ്ട്രക്ഷൻ പഠിച്ച് വെച്ചിരുന്നാൽ പിന്നെ ഉള്ള 8 ഇൻസ്ട്രക്ഷൻസ്, ദാറ്റ് മീൻസ് ടോട്ടലി 12 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് വരുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് അതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ div, പിന്നെ ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ. ഓക്കെ, അപ്പോൾ എനിഹൗ നമുക്കൊന്ന് നോക്കാം ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ നാച്ചുറലി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ് ബേസിക് ആയിട്ട്. പിന്നെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് എന്നൊക്കെ പറയുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ് ഈ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് വാട്ട് ഓൾ ഓപ്ഷൻസ് ആർ ദെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളണം. ആഡ്, ഇഫ് യു വോണ്ട് ടു ആഡ് സംതിങ്, one of your operand must definitely be an accumulator. നോക്കിയേ, കണ്ടോ, the destination must be in accumulator. The second operand by which you want to add,
Okay, it can be anywhere. It can be in any registers. That means R0 മുതൽ R7 വരെ ഏതെങ്കിലും രജിസ്റ്റർ ബാങ്കിലെ ഏതെങ്കിലും രജിസ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് ആഡ് ചെയ്യാം. അതാണ് RN എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. N stands for any numbers from 0 to 7. നമ്മൾ ഏത് രജിസ്റ്റർ ബാങ്ക് ആണോ പ്രോഗ്രാം സ്റ്റാറ്റസ് വേൾഡിൻ്റെ സഹായത്തോടു കൂടി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ രജിസ്റ്റർ ബാങ്കിലെ ഏതെങ്കിലും രജിസ്റ്റേഴ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അക്യൂമുലേറ്ററിലെ കണ്ടന്റ് ആഡ് ചെയ്യാം. ബട്ട് ദ റിസൾട്ട് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ അക്യൂമുലേറ്റർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് യു വോണ്ട് ടു ആഡ് as well as subtract, one of your operand must be in accumulator and that one operand must be the destination operand itself. അതായത് ഡെസ്റ്റിനേഷൻ എവിടെയാണ് അക്യൂമുലേറ്ററിൽ തന്നെ ആയിരിക്കണം, ആ രീതിയിൽ വേണം നിങ്ങൾ അഡീഷണൽ സബ്ട്രാക്ഷനോ ചെയ്യാൻ. ദ സെക്കൻഡ് ഓപ്പറൻഡ് വേർ ഇറ്റ് ഹാസ് ടു ബി റിസൈഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഓഫ് ദ രജിസ്റ്റേഴ്സ്. ദാറ്റ് മീൻസ് R0 മുതൽ R7 വരെ ഏതെങ്കിലും രജിസ്റ്റേഴ്സിലാകാം. അല്ലെങ്കിൽ യു ക്യാൻ സ്പെസിഫൈ ദാറ്റ് സെക്കൻഡ് ഓപ്പറൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ സഹായത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത്. ആഡ് എ കോമ അഡ്രസ്സ് കൊടുക്കുക, 30H എന്ന് പറഞ്ഞ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി സിമ്പിൾ. ശ്രദ്ധിക്കുക, അഡ്രസ്സിംഗ് മോഡ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 30H 50H അല്ലെങ്കിൽ 4000 എന്നുള്ളത് ഒരു സിമ്പിൾസിൻ്റെയും സഹായത്തോടു കൂടി ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു സ്പെസിഫൈ യുവർ അഡ്രസ്. 8051 അങ്ങനെയാണ് അല്ലേ. വെറുതെ വാല്യൂസ് നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിഫൈൻ യുവർ അഡ്രസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിനകത്ത് ഇരിക്കുന്ന ഡേറ്റയും അക്യൂമുലേറ്ററിലെ കണ്ടന്റും ആഡ് ചെയ്യും. റിസൾട്ട് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ അക്യൂമുലേറ്റർ ഇറ്റ്സെൽഫ്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? @RI. ദാറ്റ് മീൻസ് ഇവിടെ RI എന്ന് ഉദ്ദേശിക്കുന്ന ആക്ച്വലി ഇറ്റ് ഇസ് RN ഇറ്റ്സെൽഫ്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് സിംപ്ലി ടു ഡിനോട്ട് ദ ഇൻഡയറക്റ്റ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് RI എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ദിസ് RI സ്റ്റാൻഡ്സ് ഫോർ എനി രജിസ്റ്റേഴ്സ് ഫ്രം R0 to R7. നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള രജിസ്റ്റർ R0 to R7 വരെയുള്ള ഏതെങ്കിലും രജിസ്റ്ററിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്നും എടുക്കുന്ന ഡേറ്റയും അക്യൂമുലേറ്ററിലെ ഡേറ്റയും തമ്മിൽ ആഡ് ചെയ്യാം. Okay, so directly you can specify your second operand, or otherwise indirectly with the help of any registers also you can specify your second operand. Okay, or otherwise a fourth and the last option you can adopt in order to perform addition is you can immediately provide your data as a second operand in your instruction itself. അല്ലേ, ഹാഷ് ഡേറ്റ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഇമ്മീഡിയറ്റ് കോൺസ്റ്റൻറ്റ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അല്ലേ, 8051 കൺസെപ്റ്റിൽ അങ്ങനെയാണ്. ഹാഷ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡിഫൈൻ ആഫ്റ്റർ ദ ഹാഷ് സിമ്പിൾ ഇസ് യുവർ എക്സാക്ട് ഡേറ്റ. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ നീഡ് ടു ഗോ ആൻഡ് ഫെച്ച് ഇറ്റ് ഫ്രം എനിവെയർ. ഓക്കെ, ഇറ്റ് ഇസ് ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ് ആൻഡ് ദാറ്റ് ഡേറ്റ ആൻഡ് accumulators content will be added and the result will be stored in the accumulator. So what all options you are having in order to perform addition? Either anyhow one of your operand must be in accumulator and that is your destination operand itself, and the second operand can be any registers from your register bank, or otherwise you can specify it in your instruction itself in which memory location it is residing, the second operand is residing. And the third option is indirectly you can specify the address with the help of any registers from R0 to R7. You can specify the memory location and then you can take the data from there and add it with the accumulators content so that the result is stored in the accumulator itself. And the fourth option is the data is directly immediately provided in the instruction itself. അപ്പോൾ ഈ പറയുന്ന 4 ഓപ്ഷൻസ് ഇറ്റ് ഇസ് നോട്ട് കൺസിഡറിങ് എനി കൺസെപ്റ്റ് ഓഫ് ക്യാരി. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു കൺസിഡർ എനി കൺസെപ്റ്റ് ഓഫ് ക്യാരി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആഡ് A, ദാറ്റ് മീൻസ് എയിലെ കണ്ടൻറ്റും RNലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്ത് റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ അക്യൂമുലേറ്റർ. ഓക്കെ, ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ അക്യൂമുലേറ്റർ. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡയറക്റ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ അകത്തിരിക്കുന്ന കണ്ടൻറ്റ്. ഓക്കെ, ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ അല്ല, മെമ്മറി അഡ്രസ്സ് എന്താണോ അതല്ല നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വാട്ട് എവർ വാല്യൂ ഇസ് സ്റ്റോർഡ് വിത്തിൻ ദ മെമ്മറി ലൊക്കേഷൻ ഹാസ് ടു ബി ആഡഡ് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് അക്യൂമുലേറ്റർ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഡിസ്ക്രിപ്ഷൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഈ പെർഫോം ചെയ്ത ഫസ്റ്റ് 4 ഓപ്പറേഷൻസ് ഇറ്റ് ഡസൻറ്റ് ഇൻവോൾവ് എനി കൺസെപ്റ്റ് ഓഫ് ക്യാരി. ദാറ്റ് ഈസ് യു ആർ നോട്ട് അറ്റ് ഓൾ ഗോയിങ് ടു ബോദർ ദ കൺസെപ്റ്റ് ഓഫ് ക്യാരി ഹിയർ. ഓക്കെ, അതേസമയം നമുക്ക് ക്യാരിയുടെ കൺസെപ്റ്റോട് കൂടിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് ADDC എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. അക്യൂമുലേറ്റേഴ്സ് കണ്ടന്റ് വിത്ത് ദ രജിസ്റ്റേഴ്സ് കണ്ടന്റ് ടുഗദർ വിത്ത് ദ ക്യാരി കണ്ടന്റ്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ARN + CY. ദാറ്റ് മീൻസ് ക്യാരി ഫ്ലാഗിൽ ക്യാരി ബിറ്റ് പോയി നോക്കും. ക്യാരി ബിറ്റ് പോയി നോക്കുമ്പോൾ വാട്ട് എവർ ഇസ് ദ വാല്യൂ, ഇഫ് ഇറ്റ് ഇസ് 1 that 1 is added here, if it is 0 that 0 is added here. Anyhow we are going to consider the concept of carry.
ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പം എയിലെ കണ്ടൻറ്റ്, രജിസ്റ്ററിലെ കണ്ടൻറ്റ് ടുഗദർ വിത്ത് ദ ക്യാരി കണ്ടൻറ്റ്, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഗെറ്റ് ആസ് എ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ അക്യൂമുലേറ്റർ. ഹിയർ ഇറ്റ് സെൽഫ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് യുവർ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഇസ് അക്യൂമുലേറ്റർ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇവിടെ 4 കേസിലും നമ്മുടെ രജിസ്റ്റർ തന്നെ ഏത് തന്നെയാണ്, അക്യൂമുലേറ്റർ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ വിത്ത് വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ ആഡ് ദ കണ്ടൻറ്റ് ഓഫ് അക്യൂമുലേറ്റർ ആൻഡ് ക്യാരി വിത്ത് എനി ഓഫ് ദ രജിസ്റ്റേഴ്സ്. The direct address can be specified in the instruction itself. The direct address can be indirectly specified in the instruction with the help of any register. And the fourth option is you can immediately provide your second operand in the instruction itself so that it gets added with the accumulator content and the carry content. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്പറൻ്റായിട്ട് അടുത്ത 4 ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് യു ആർ ഗോയിങ് ടു കൺസിഡർ ദ കൺസെപ്റ്റ് ഓഫ് ക്യാരി ഓൾസോ. ഓക്കെ, ഇനി അടുത്ത പിന്നെന്താ, സബ്ട്രാക്ഷൻ. ശ്രദ്ധിക്കുക, സബ്ട്രാക്ഷൻ ഇതുപോലെ വിത്തൗട്ട് കൺസിഡറിങ് ദി കൺസെപ്റ്റ് ഓഫ് ബോറോ, ക്യാരിയുടെ കൺസെപ്റ്റ് അഡീഷണൽ വരുന്നെങ്കിൽ സബ്ട്രാക്ഷൻ്റെ കേസിൽ ബോറോ ആണല്ലോ വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ സബ്ട്രാക്ഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദി കൺസെപ്റ്റ് ഓഫ് ബോറോ അല്ലെങ്കിൽ വിത്ത് കൺസിഡറിങ് ദി കൺസെപ്റ്റ് ഓഫ് ബോറോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അപ്പം ദ ഒൺലി ഇൻസ്ട്രക്ഷൻ വിച്ച് ഇസ് അവൈലബിൾ ഇൻ ദ കേസ് ഓഫ് 8051 ഫോർ പെർഫോമിംഗ് ദ സബ്ട്രാക്ഷൻ ആസ് SUBB. That means you will always consider, okay, definitely you have to consider the concept of borrow while you perform subtraction. Okay, there is no such instruction which is available without considering the concept of borrow for subtraction. Okay, അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബോറോ എന്ന് പറയുന്നത് ക്യാരി തന്നെയാണ്. ദാറ്റ് മീൻസ് ക്യാരി ഫ്ലാഗിലെ ബിറ്റ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ബോറോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ബിറ്റോ സെപ്പറേറ്റ് ഫ്ലാഗ് അസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, A മൈനസ് RN ചെയ്യും. ഓക്കെ, ഹിയർ ഓൾസോ വൺ ഓഫ് യുവർ ഓപ്പറൻറ്റ് മസ്റ്റ് ബി അക്യൂമുലേറ്റഡ് ആൻഡ് ദാറ്റ് ഇസ് ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് ഇറ്റ് സെൽഫ്. സോ അക്യൂമുലേറ്ററിലെ കണ്ടൻറ്റ് മൈനസ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പാറ്റേൺ തന്നെ ഉണ്ടാവും. RNലെ കണ്ടൻറ്റ്, ദാറ്റ് മീൻസ് എനി രജിസ്റ്റർ ഫ്രം R0 to R7, എയിലെ കണ്ടൻറ്റ് മൈനസ് RNലെ കണ്ടൻറ്റ്, R0 to R7ലെ ഏതെങ്കിലും രജിസ്റ്ററിലെ കണ്ടൻറ്റ് മൈനസ് ക്യാരിയിലെ കണ്ടൻറ്റ്. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്, കണ്ടോ, മൈനസ് ക്യാരി കണ്ടൻറ്റ്. സോ ഡെഫിനറ്റ്ലി യു വിൽ ബി കൺസിഡറിങ് ദ കൺസെപ്റ്റ് ഓഫ് ക്യാരി. ഓക്കെ, either it is 0 or 1, you will be considering the concept of carry. Okay, and then whatever result you are getting after performing the subtraction operation, the result will be stored in the accumulator. So A minus RN minus CY. The second one എന്താ, A മൈനസ് അഡ്രസ്സിലെ കണ്ടൻറ്റ് മൈനസ് CY. ദാറ്റ് മീൻസ് ഡയറക്റ്റ് അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അഡ്രസ് ഫ്രം വേർ യു ഹാവ് ടു ഫെച്ച് ദ ഡേറ്റ വിൽ ബി പ്രൊവൈഡഡ് ഇൻ ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. ആ ഡേറ്റ മൈനസ് CYയിലെ കണ്ടൻറ്റ്, ദാറ്റ് മീൻസ് ക്യാരിയിലെ കണ്ടൻറ്റ്. അടുത്തത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അഡ്രസ്സ് പറഞ്ഞു തരും വിത്ത് ഹെൽപ്പ് ഓഫ് സം രജിസ്റ്റേഴ്സ്. ആ അഡ്രസ്സിൽ നിന്നും ഡേറ്റ് എടുത്തുകൊണ്ട് വരിക. യു ഹാവ് ടു സബ്ട്രാക്ട് ഫ്രം A. ശ്രദ്ധിക്കുക, A മൈനസേ ചെയ്യുള്ളൂ, അല്ലാതെ ഈ തിരിച്ച് ചെയ്യില്ല. ഓക്കെ, A, RN സബ് A, RN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എയിലെ കണ്ടൻറ്റ് മൈനസ് RNലെ കണ്ടൻറ്റ് മൈനസ് ബോറോ അല്ലെങ്കിൽ ക്യാരി, അല്ലാതെ തിരിച്ച് വരില്ല. ഓക്കെ, RN മൈനസ് A ചെയ്യരുത്. Definitely they will be doing A minus RN minus CY അല്ലെങ്കിൽ A minus data minus CY. So fourth എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, immediate data is provided in the instruction itself, no need to go and fetch it from anywhere. A minus data minus carry. So these are the instructions which is used in order to perform subtraction. അപ്പം ഈ 4 പഠിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി you will be able to write the first 12 instructions. ഓക്കെ, ഇനി ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇൻക്രിമെൻറ്റ് ചെയ്യാൻ 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഡിക്രിമെൻറ്റ് ചെയ്യാനും 4 ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ എയ്തർ ഇൻക്രിമെൻറ്റ് ദ കണ്ടൻറ്റ് ഓഫ് അക്യൂമുലേറ്റർ. ഇൻക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, വാട്ട് എവർ യു ആർ ഗോയിങ് ടു പോയിൻ്റ് ഔട്ട് ടു പെർഫോം ദ ഇൻക്രിമെൻറ്റേഷൻ ഓപ്പറേഷൻ, ദാറ്റ് കണ്ടൻറ്റ് ഇസ് ഗെറ്റിംഗ് ആഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാല്യൂ 1. അല്ലേ, ഇൻക്രിമെൻറ്റ് A എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ +1 ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 തവണ ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ the only thing you can do is you have to write this increment operation or increment instruction 5 times. ഓക്കെ, അപ്പം ഇൻക്രിമെൻറ്റ് A എന്ന് വെച്ച് കഴിഞ്ഞാൽ A is equal to A plus 1G. ഓക്കെ, അപ്പം നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ only 4 option is that. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അക്യൂമുലേറ്ററിലെ കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. B എന്ന് പറയുന്നത് മറ്റ് CPU രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വഴിയില്ല. Okay, we are having definitely 2 CPU registers which is of 8 bit, but only we are having option to increment the content of accumulator, that is INC-A. We are not having any operation which is we are not having any instruction which is helpful for us to increment the content of B register. Okay, അപ്പം ഇൻക്രിമെൻറ്റ് A ഉണ്ട്. അതേസമയം R0 മുതൽ R7 വരെയുള്ള ഏതെങ്കിലും രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റും വേണമെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യാം, അതാണ് ഇൻക്രിമെൻറ്റ് RN. അതർവൈസ് യു ക്യാൻ ഇൻക്രിമെൻറ്റ് യുവർ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ 2000 എന്നുള്ള 2001 ആക്കാം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ കൊടുത്തിരുന്നാൽ മതി. ആ 2000 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ഇൻക്രിമെൻറ്റ് യുവർ മെമ്മറി ലൊക്കേഷൻ.
ഓക്കെ, ഇനി അറ്റ് ദ റേറ്റ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫൈനിങ് ദ ഇൻഡയറക്റ്റ് വേ ഓഫ് അഡ്രസ്സിങ്. ഓക്കെ, RIL വഴി ചൂണ്ടിക്കാണിക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു ഡേറ്റ് എടുത്തുകൊണ്ട് വന്ന് ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. Okay, so there are 4 options in which you can do the incrementation operation. Either you can increment the value of the accumulator or any of the registers, or otherwise you can increment the memory location itself. Okay, or otherwise you can increment the content of a memory location, but which is indirectly specified or pointed out with the help of a register. That's indirect item. ഇതേപോലെ തന്നെ ഡിക്രിമെൻറ്റേഷനും ചെയ്യാം. ദാറ്റ് മീൻസ് A-1 ചെയ്യാം, RN-1 ചെയ്യാം, മെമ്മറി അഡ്രസ് -1 ചെയ്യാം, RI പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ റിസൈഡ് ചെയ്യുന്ന ഡേറ്റ -1 ചെയ്യാം. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആസ് ഐ ടോൾഡ് യു ഏർലിയർ ഇറ്റ് സെൽഫ്, നോട്ട് ലൈക്ക് 8086. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് 8086 മൾ BL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾ CL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ക്യാൻ opt any of the registers which is available in 8086 register category for performing multiplication operation അല്ലേ. The only thing is that one of the operand must be in accumulator. AL ആയിരിക്കും ഒരു ഓപ്പറൻറ്റ്, സെക്കൻഡ് ഓപ്പറൻറ്റ് എവിടെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ AHലാവാം, അല്ലെങ്കിൽ BLലാവാം, CHലാവാം, DHലാവാം, എനിവേർ ഇറ്റ് ക്യാൻ റെസിഡ്. The only thing is that you have to specify it in the instruction. ഇപ്പം BHലാണ് എൻ്റെ സെക്കൻഡ് ഓപ്പറൻറ്റ് എങ്കിൽ മൾ BH കൊടുത്താൽ AL ഇൻറ്റു BH ചെയ്യും. ഓക്കെ, AXലായിരിക്കും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് 8051 മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ഓൺലി 2 registers to hold your operands. അത് ഏതൊക്കെ രജിസ്റ്റേഴ്സിലാണ്? എയിലും ബിയിലും. ഓക്കെ, എയിലും ബിയിലും എന്ന് പറയുന്നത് 2 രജിസ്റ്റേഴ്സിലേ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ യു ക്യാൻ നോട്ട് ഓപ്റ്റ് എനി അതർ രജിസ്റ്റേഴ്സ് അതർ ദാൻ A and B. ഈ 2 രജിസ്റ്റേഴ്സിലോട്ട് തന്നെ നിങ്ങളുടെ 2 ഓപ്പറൻസ് കൊണ്ടുവയ്ക്കണം. മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദർ ഇസ് നോ കോമ ഹിയർ. ഓക്കെ, AB എന്നുള്ളത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ എഴുതുന്നുണ്ട്. ദർ ഇസ് നോ കോമ സെപ്പറേറ്റ് ഇൻ ദിസ് 2 രജിസ്റ്റേഴ്സ്. ഓക്കെ, ആൻഡ് ഡിവ് AB അറിയാമല്ലോ, A/B ചെയ്യും. ഡെഫിനറ്റ്ലി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? LSB ദ റിസൾട്ട് നാച്ചുറലി 2 8-bit നമ്പേഴ്സ് അല്ലേ, 8 ബിറ്റ് സൈസുള്ള രജിസ്റ്റേഴ്സാണ് എയും ബിയും അല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ദ പ്രോഡക്റ്റ് വിൽ ബി എക്സീഡിങ് മോർ ദാൻ 8 ബിറ്റ്. അപ്പം റിസൾട്ട് എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? LSB ആയിട്ടുള്ള 8 ബിറ്റ് എയിലും MSB എങ്ങോട്ട് പോകും? ബിയിലും പോകും. അതേസമയം ഡിവിഷൻ ആണെങ്കിലോ എയും ബി തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ ദർ മസ്റ്റ് ബി സം രജിസ്റ്റേഴ്സ് ടു ഹോൾഡ് കോഷ്യൻ ആസ് വെൽ ആസ് ദർ മസ്റ്റ് ബി സം അതർ രജിസ്റ്റർ ടു ഹോൾഡ് റിമൈൻഡർ. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എയിലോട്ടായിരിക്കും കോഷ്യൻ്റ് പോകുന്നത്, റിമൈൻഡർ ബൈ ഡിഫോൾട്ട് എവിടെ പോകും? ബിയിലോട്ടും പോകും. Okay, no other registers other than A and B is involved in order to store the result. Okay, അപ്പോൾ ഇതെല്ലാം ബൈ ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇനി DAA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ കൺസെപ്റ്റ് ഓഫ് ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ. DAA എന്ന് പറയുന്ന 8086ലും ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലേ. DAA എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ ദ കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ എന്നുള്ളതാണ് ആ സെപ്പറേഷൻ വെച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനെ പറഞ്ഞു തരാം. ഈ DA സ്പേസ് A എന്ന് കൊടുത്തിരിക്കുന്നത് ഈ സ്പേസിന് ശേഷമുള്ള A എന്ന് പറഞ്ഞാൽ ശരിക്കും അക്യൂമുലേറ്ററിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്പേസിന് ശേഷമുള്ള A എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? അക്യൂമുലേറ്ററിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്യൂമുലേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ ദ കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ. നിങ്ങൾ അക്യൂമുലേറ്ററിലെ കണ്ടന്റിനെ ഒന്ന് ഡെസിമലി അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്തുകൊണ്ടാണ് ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്? ദാറ്റ് മീൻസ് അഡീഷൻ ഓപ്പറേഷന് ശേഷം കിട്ടുന്ന റിസൾട്ട് നാച്ചുറലി ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ അക്യൂമുലേറ്റർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ അക്യൂമുലേറ്ററിൽ കിട്ടിയ അഡീഷൻ്റെ റിസൾട്ട് ചിലപ്പം അൺപാക്ഡ് BCDയുടെ ഫോമാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോമിലായിരിക്കാം. ഇതിനെ പാക്ഡ് BCD ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയാണ് ഡെസിമലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ആഫ്റ്റർ അഡീഷൻ operation whatever result is received in the accumulator it has to be decimally adjusted, and that decimal adjustment is based on converting unpacked BCD numbers into പാക്ഡ് BCD നമ്പർ. നമ്മുടെ 8086ലും DAA ഉണ്ടായിരുന്നു. ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ എന്നായിരുന്നു അതിൻ്റെ മീനിങ്. അത് പക്ഷേ ഗ്യാപ്പ് ഇല്ലാതെ ദാറ്റ് മീൻസ് അക്യൂമുലേറ്ററിൻ്റെ കാര്യം അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ബൈ ഡിഫോൾട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആഫ്റ്റർ അഡീഷൻ റിസൾട്ട് വിൽ ബി ഇൻ അക്യൂമുലേറ്റർ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡെസിമലി അഡ്ജസ്റ്റഡ്. അപ്പം DAA എന്ന് അവിടുത്തെ കൺസെപ്റ്റിൽ 8086ലെ കൺസെപ്റ്റിൽ എന്തായിരുന്നു? ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് DAA എന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് എൻ്റെ ഹെൽപ്പ് ഓഫ് എനി ഗ്യാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. 8051 കേസിൽ DA എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് സ്പേസ് കൊടുത്തിട്ട് ദ കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ, അതാണ് സ്പേസ് അക്യൂമുലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ അരിത്തമെറ്റിക്
ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സെക്കൻഡ് വരുന്നത് എന്താണ്? ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ലോജിക്കലി ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നാച്ചുറലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ എക്സ് ഓർ, നോട്ട്, കോംപ്ലിമെൻറ്റ്, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ആണ് നാച്ചുറലി നമുക്ക് എവിടെ വരുന്നത്? ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. ഞാനൊന്ന് പെട്ടെന്ന് പോകും, കാരണം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അപ്പം ലോജിക്കൽ ആൻഡ് തന്നെ നോക്കിയേ, ഏകദേശം 5 ഇൻസ്ട്രക്ഷൻ കാറ്റഗറി ഉണ്ട്. 5 6 ഇൻസ്ട്രക്ഷൻ കാറ്റഗറി ഉണ്ട്. ഇതേ 6 ഇൻസ്ട്രക്ഷൻ കാറ്റഗറി തന്നെയാണ് ഓറിൽ വരുന്നത്, അതുപോലെ എക്സ് ഓറിൽ വരുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് 6 ഇൻസ്ട്രക്ഷൻസ് അറിഞ്ഞിരുന്നാൽ ഓക്കെ, യു വിൽ ബി ഡെഫിനറ്റ്ലി ഏബിൾ ടു റൈറ്റ് ദ റിമൈനിങ് 12 ഇൻസ്ട്രക്ഷൻസ്. ടോട്ടൽ 18 ഇൻസ്ട്രക്ഷൻസ് ഒരേപോലെ ഇരിക്കുവാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ 6 ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ആദ്യത്തെ 4 ഇൻസ്ട്രക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അഡീഷൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ആൻഡ് യുവർ കണ്ടൻസ് rather than doing the addition operation. You are going to do and operation. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ അഡീഷണലി സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ ചെയ്യുന്നതിന് പുറമേ 2 അഡീഷണൽ ഇൻസ്ട്രക്ഷനും കൂടി ഇവർ വരുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറ്റി വെച്ചുകൊണ്ട്, അതായത് ഡെസ്റ്റിനേഷൻ ഡയറക്റ്റ് അഡ്രസ്സിങ് ആയി കഴിഞ്ഞാൽ എങ്ങനെ, അതും കൂടിയാണ് 5ാമത്തെയും 6ാമത്തെയും ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഹൗ വി ക്യാൻ ലുക്ക് ANL A,RN. ഓക്കെ, ഇവിടെ അത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. 8086 ലോജിക്കൽ ആൻഡ് ചെയ്യാൻ AND ആയിരുന്നു. ANDയും ORും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ANL, ദാറ്റ് മീൻസ് ലോജിക്കൽ ആൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ORL എന്ന് വെച്ചാൽ ലോജിക്കൽ ഓറും. ഓക്കെ, സോ വാട്ട് ഓൾ കണ്ടൻസ് ക്യാൻ ബി പെർഫോംഡ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ as well as OR operation. That means in the first 4 cases, okay, one of your operand is the accumulator itself. What all operands you have to perform the AND operation. അതിൽ ഒരു ഓപ്പറൻഡ് എന്ത് തന്നെയാണ്? ലോജിക്കൽ ആൻഡ് ചെയ്യാൻ വേണ്ടി അക്യൂമുലേറ്റർ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻഡ് ഇറ്റ് സെൽഫ് അല്ലേ. സെക്കൻഡ് ഓപ്പറൻഡ് എവിടെയാവാം? either of your registers, that is from R0 to R7 വരെയുള്ള ഏതെങ്കിലും രജിസ്റ്റേഴ്സ് ആകാം. ഡയറക്റ്റ്ലി അഡ്രസ്സ് തന്നിട്ടുണ്ട്, ആ അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഡേറ്റ എടുത്തുകൊണ്ട് വന്ന് അതുമായിട്ട് ലോജിക്കൽ ആൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അഡ്രസ്സ് തന്നിട്ട്, ദാറ്റ് മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനി രജിസ്റ്റേഴ്സ് അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അഡ്രസ്സിലുള്ള ഡേറ്റയോട്ട് ആൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ഇൻഡിക്കേറ്റ് ഇറ്റ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ സെയിം ഫോമാറ്റിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഇനി അഡീഷണലി 2 ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ ഡെസ്റ്റിനേഷൻ മാറുകയാണ് അല്ലേ. ആൻഡ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ, ദാറ്റ് മീൻസ് ദ റിസൾട്ട് വേറെവർ യു ഹാവ് ടു സ്റ്റോർ ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് യുവർ ആൻഡ് ഓപ്പറേഷൻ. നിങ്ങളുടെ ആൻഡ് ചെയ്താലുള്ള ഓപ്പറേഷൻ സ്റ്റോർ ചെയ്യാനുള്ള റിസൾട്ട് അക്യൂമുലേറ്റർ മാറി ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ് അല്ലേ. ആ അഡ്രസ്സിലോട്ട് നിങ്ങളുടെ റിസൾട്ട് കൊണ്ടുവച്ചാൽ മതി എന്ന് പറയാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മറ്റ് ഓപ്പറൻ്റ് എവിടെയായിരിക്കാം? ഒന്നുകിൽ അക്യൂമുലേറ്ററിൽ തന്നെയാകാം, അല്ലെങ്കിൽ യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം പറഞ്ഞ 4 ഓപ്ഷൻസ് എന്തായിരുന്നു? വൺ ഓഫ് യുവർ ഓപ്പറൻറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി ദ അക്യൂമുലേറ്റർ, ആൻഡ് ദാറ്റ് വിൽ ബി ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് ഇറ്റ് സെൽഫ്. സെക്കൻഡ് ഓപ്പറൻറ്റ് എവിടെ ആവാം എന്നുള്ളതാണ് നമ്മൾ ഈ 4 ഓപ്ഷൻ പറഞ്ഞത്. 5ാമത്തെ 6ാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? യുവർ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് വിൽ ബി ഇൻഡിക്കേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡ്രസ്. ഓക്കെ, ഡയറക്റ്റ്ലി അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ദ സെക്കൻഡ് ഓപ്പറൻറ്റ് ക്യാൻ ബി എയ്തർ ഇൻ ദ അക്യൂമുലേറ്റർ ഓർ അതർവൈസ് ഇറ്റ് ക്യാൻ ബി എൻ ഇമ്മീഡിയറ്റ് ഡേറ്റ വിച്ച് ഇസ് സക്സീഡിങ് യുവർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഇതേ സെയിം കൺസെപ്റ്റാണ് 6 നമ്മുടെ ORL വരുന്നത്. ദാറ്റ് മീൻസ് ലോജിക്കൽ ഓറൽ. ദാറ്റ് മീൻസ് യു ക്യാൻ either use the concept of storing your result in accumulator, otherwise you can store it in the address which is indicated in the instruction. അപ്പം അക്യൂമുലേറ്ററിലാണ് നിങ്ങളുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ സെക്കൻഡ് ഓപ്പറൻറ്റ് ക്യാൻ ബി ഇൻ എനി രജിസ്റ്റേഴ്സ് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ എനി മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡ്രസ്, ഓർ അതർവൈസ് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ലൊക്കേഷൻ വിച്ച് ഇസ് ഇൻഡയറക്ട്ലി പോയിൻറ്റഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ രജിസ്റ്റർ, ഓർ അതർവൈസ് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഡയറക്ട്ലി ഓർ അതർവൈസ് ഇമീഡിയറ്റ്ലി പ്രൊവൈഡ് ദ ഇൻസ്ട്രക്ഷൻ. പിന്നെ 5ാമത്തെ 6ാമത്തെ ഓപ്ഷൻ എന്തുവാ? The 5th and 6th option indicates that you have to definitely store your result after performing the logical OR operation with the help of an address itself. That means in a memory location itself rather than storing in an accumulator. Okay, അപ്പം ഈ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുക. മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഓപ്പറൻറ്റ് ക്യാൻ ബി ഇൻ അക്യൂമുലേറ്റർ ഓർ അതർവൈസ് ഇറ്റ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. XRLും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ആൻഡിൻ്റെയും ഓറിൻ്റെയും എക്സോറിൻ്റെയും ഔട്ട്പുട്ട് ഒന്ന് പറഞ്ഞേ. ആൻഡിൻ്റെ ഔട്ട്പുട്ട് അതെങ്ങനെയാണ്? ആൻഡ് ഇഫ് ബോത്ത് ദ ഓപ്പറൻസ് ആർ ഹൈ ദെൻ യുവർ ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഹൈ. 2 1 വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരുള്ളൂ. 0 1 1 0 0 0 ഔട്ട്പുട്ട് 0 ആണ്. ഓർ ആണെങ്കിലോ എനി ഓഫ് ദ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഓക്കെ, 0 1 1 0 1 1 എല്ലാം ഔട്ട്പുട്ട് ഹൈ ആണ്. ഓൺലി ഫോർ 0 0 ദ ഔട്ട്പുട്ട് 0. ഓക്കെ, എക്സോർ ആണെങ്കിൽ അങ്ങനെയല്ല.
if any of your inputs are varying, മനസ്സിലായി, 0 1 1 0 സെയിം ഇൻപുട്ട്സ് വരാത്ത സിറ്റുവേഷനിലായിരിക്കും യുവർ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. 0 0യ്ക്ക് 1 1 ഇഫ് യു ആർ ഹാവിങ് സെയിം ഇൻപുട്ട്സ്, സെയിം വാല്യൂസ് ആസ് ഇൻപുട്ട്സ്, ദെൻ ഡെഫിനറ്റ്ലി യുവർ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, അതാണ് എക്സോറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതേപോലെ 6 ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള വ്യത്യാസമുള്ള ഇതൊന്ന് ശ്രദ്ധിച്ച്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച്. ഞാൻ പറയാൻ കാരണം ലോജിക്കൽ ഓപ്പറേഷൻസിലെല്ലാം എന്താണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ കാറ്റഗറിക്കകത്തെല്ലാം ഏറെക്കുറെ ഇതും നമ്മൾ അക്യുമുലേറ്റുള്ള കണ്ടൻറ്റുമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിലും എല്ലാം നമ്മൾ എന്താ whatever content you want to clear or otherwise perform complement or otherwise perform the rotation operation, it has to be stored in the accumulator. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് വെച്ചിട്ട് മാത്രമേ കോംപ്ലിമെൻറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ഇനി അടുത്ത ബൂളിയൻ വേരിയബിൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കാറ്റഗറി പഠിക്കുമ്പോൾ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാരി ബിറ്റ് ഓൾസോ. നമുക്ക് അന്നേരം പറയാം. ഓക്കെ, അപ്പോൾ ക്ലിയർ എ, ദാറ്റ് മീൻസ് എയിലെ കണ്ടൻറ്റ് എന്താണോ, അക്യുമുലേറ്റർ രജിസ്റ്ററിലെ കണ്ടൻറ്റ് എന്താണോ, ഇറ്റ് ഹാസ് ടു ബി ക്ലിയർ, ഇറ്റ് ഹാസ് ടു ബി റീസെറ്റ് അല്ലെങ്കിൽ സീറോസ് ആക്കുക. കോംപ്ലിമെൻറ്റ് എ, ദാറ്റ് മീൻസ് എയിലെ വാല്യൂ എന്താണോ അതിനെ സീറോസ് ആണെങ്കിൽ 1 ആക്കുക, 1ന് സീറോസ് ആക്കുക. ഇനി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം, ആൻഡ് ദാറ്റ് ടു ബൈ കൺസിഡറിങ് ദി കൺസെപ്റ്റ് ഓഫ് ക്യാരി or otherwise without considering the concept of carry. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് എന്താ അക്യൂമുലേറ്റർ. ഓക്കെ, റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യൂമുലേറ്റർ എന്ന് വെച്ചാൽ എന്താ, whatever is the content of the accumulator has to be simply rotated towards left. ക്യാരി കൺസിഡർ ചെയ്യുന്നില്ല, ചുമ്മാ റൊട്ടേറ്റ് ചെയ്യും. അതായത് എന്താ, 8ാമത്തെ ബിറ്റ് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റല്ലേ വരുള്ളൂ. 8ാമത്തെ കണ്ടൻറ്റ് 7ലോട്ട് വരും, 7ലെ കണ്ടൻറ്റ് 6ലോട്ട് വരും, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. 0th കണ്ടൻറ്റ് റൊട്ടേറ്റ് ചെയ്ത് 8ലോട്ട് പോകും. കാരണം 8ലെ കണ്ടൻറ്റ് 7ലോട്ട് പോയപ്പോൾ 8ലൊരു വേക്കൻസി വന്നില്ലേ, അതെങ്ങനെ റീഫിൽ ചെയ്യുന്നത്, 0th ബിറ്റ് റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റ് വഴി കയറി റൈറ്റിലോട്ട് 8ലോട്ട് പോകും. ഓക്കെ, ഇനി റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി എന്ന് വെച്ചാൽ എന്താ, ഈ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റിലോട്ടുള്ള റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ 0th ബിറ്റും കഴിഞ്ഞ് ഇങ്ങനെ ഇടത്തെ അറ്റത്ത് എന്ത് വെച്ചിട്ടുണ്ടാവും, ഒരു ക്യാരി ബിറ്റ് വെച്ചിട്ടുണ്ടാവും. വാട്ട് എവർ ഇസ് ദ വാല്യൂ, ക്യാരി ബിറ്റിൽ 0s ആവാം 1s ആവാം, ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ക്യാരി ബിറ്റിലെ വാല്യൂ എന്താണോ അങ്ങോട്ടായിരിക്കും 8ാമത്തെ ബിറ്റിലെ വാല്യൂ പോകുന്നത്. ഓക്കെ, അങ്ങോട്ടായിരിക്കും 8ാമത്തെ ബിറ്റിലെ വാല്യൂ പോകുന്നത്. 8ാമത്തെ ബിറ്റിലെ വാല്യൂ ക്യാരി ബിറ്റിലോട്ട് പോകുമ്പോൾ ക്യാരി ബിറ്റിലെ വാല്യൂ അങ്ങോട്ട് പോകും, 0th ബിറ്റിലോട്ട് പോകും. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് 8 ബിറ്റുണ്ട്, റൈറ്റ് മോസ്റ്റ് ആണ് LSB. ഓക്കെ, എയിലെ കാര്യമാണെങ്കിൽ പറയുന്നത്, അക്യുമുലേറ്ററിലെ കാര്യം പറയുമ്പോൾ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് 8 ബിറ്റാണല്ലോ എ എന്ന് പറയുന്നത്. അപ്പം 0th ബിറ്റാണ് റൈറ്റ് മോസ്റ്റ് എൻഡ് LSB ആയിട്ട് വരുന്നത്, 7th ബിറ്റാണ് MSB ആയിട്ട് ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ വരുന്നത്. അപ്പം ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൻ്റെ സൈഡിലായിട്ടായിരിക്കും, ലെഫ്റ്റ് എക്സ്ട്രീമിലായിരിക്കും നമ്മുടെ ക്യാരി ബിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 0th ബിറ്റ് 1ലുള്ള സെക്കൻഡിലോട്ട് തേർഡിലോട്ട് അങ്ങനെ പോകുമ്പം 7ാമത്തെ ബിറ്റിലുള്ളത് എങ്ങോട്ട് പോകും, ക്യാരി ബിറ്റിലോട്ട് പോകും. ക്യാരി ബിറ്റിലുണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് നേരെ തിരിച്ച് 0th ബിറ്റിലോട്ട് വരും. അപ്പോൾ ക്യാരി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ യു ക്യാൻ റൊട്ടേറ്റ് റൈറ്റ് വൈസ് ഓൾസോ, കൺസിഡറിങ് കൺസെപ്റ്റ് ഓഫ് ക്യാരി ഓർ അതർവൈസ് വിത്തൗട്ട് കൺസിഡറിങ് ദി കൺസെപ്റ്റ് ഓഫ് ക്യാരി. അതാണ് RRCയും RRും. അപ്പോൾ അന്നേരം നമ്മുടെ ക്യാരി എന്ന് പറയുന്ന സംഭവം റൈറ്റ് എക്സ്ട്രീമിൽ കൊണ്ടുപോയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, യു ക്യാൻ സ്വാപ്പ് ദ നിപ്പിൾസ് ഓഫ് എ. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന 8 ബിറ്റ് വാല്യൂസിൽ, ദാറ്റ് മീൻസ് 8 ബിറ്റ് ഡേറ്റയിലെ LSB ആയിട്ടുള്ള 4 ബിറ്റ് നേരെ എടുത്ത് MSBയിലോട്ട് വയ്ക്കും, MSBയിലുള്ള 4 ബിറ്റ് എടുത്ത് LSBയിലോട്ട് വയ്ക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് Boolean variable instruction. Okay, because it is having somewhat similarity with that of this logical instruction. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. The only difference is that you are going to consider the concept of carry rather than considering concept of accumulator. Okay, അപ്പോൾ നോക്കാം. CLRC, what is it? You have to clear the content of carry bit. Okay, whatever it is, you have to simply reset it to 0. ക്ലിയർ ബിറ്റ്, ദാറ്റ് മീൻസ് ക്യാരി മാത്രമല്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബിറ്റ് കൊടുക്കാം. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ബിറ്റ് വാല്യൂ കൊടുക്കാം. ആ ബിറ്റിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിറ്റ് ബൈ ബിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അക്യൂമുലേറ്ററിൽ ചെയ്ത എന്തായിരുന്നു, അക്യൂമുലേറ്റർ എന്ന് പറയുന്നത് 8 ബിറ്റ് ഡേറ്റയാണ്. ആസ് സച്ചാണ് നമ്മൾ ആ ചേഞ്ചസ് വരുത്തുന്നത്, അല്ലാതെ ബിറ്റ് ബൈ ബിറ്റ് ഓഫ് ദ അക്യൂമുലേറ്റർ അല്ല കൺസിഡർ ചെയ്യുന്നത്. അക്യൂമുലേറ്ററിലെ 8 ബിറ്റിലെ ഓരോ ബിറ്റും 1 by 1 അല്ല ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ഇവിടെ നമുക്ക് ബൂളിയൻ വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ബിറ്റ് ബൈ ബിറ്റ് നമുക്ക് മാനിപ്പുലേഷൻസ് വരുത്താനും, ദാറ്റ് മീൻസ് ബിറ്റ് ബൈ ബിറ്റ് ബൂളിയൻ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി
ബിറ്റ് ബൈ ബിറ്റ് ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം CLR-C എന്ന് വെച്ച് കഴിഞ്ഞാൽ C എന്ന് പറയുന്ന ക്യാരി ബിറ്റ്, ജസ്റ്റ് 1 ബിറ്റാണ്, അതിനെ ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ക്യാരിക്കല്ല പുറമേ വേറെ എന്തെങ്കിലും ബിറ്റ് ക്ലിയർ ആണെങ്കിൽ ആ ബിറ്റ് സ്പെസിഫൈ ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബിറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ ബി ക്ലിയർഡ്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ബിറ്റ് മാത്രമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. ഇനി സെറ്റ് ബിറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ദാറ്റ് മീൻസ് C എന്ന് പറയുന്ന ബിറ്റ് ക്യാരി ബിറ്റ് 1 ആക്കുക. അതർവൈസ് റാദർ ദാൻ യൂസിങ് ദ C ബിറ്റ്, ഇഫ് യു വോണ്ട് ടു സെറ്റ് ഓർ ആക്ടിവേറ്റ് എനി അതർ ബിറ്റ്, ദെൻ ആ ബിറ്റ് അതിനെ പോലെ തന്നെ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുക. CPLC അറിയാലോ, കോംപ്ലിമെൻറ്റ് C, ദാറ്റ് മീൻസ് 0 ആണ് Cയിലെ ബിറ്റെങ്കിൽ 1 ആക്കും, 1 ആയിരുന്നെങ്കിൽ 0 ആക്കാം. അതർവൈസ് യു ക്യാൻ ഡയറക്ട്ലി ഇൻഡിക്കേറ്റ് ദ ബിറ്റ് ടു വിച്ച് യു ഹാവ് ടു കോംപ്ലിമെൻറ്റ്. ഓക്കെ, അടുത്തത് ഇത് കണ്ടോ, ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ. ഓക്കെ, ലോജിക്കൽ XOR ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓർ എന്താ ചെയ്യുന്നത്, യു ക്യാൻ ഡു ദ ആൻഡ് ഓപ്പറേഷൻ വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് C ആസ് വെൽ ആസ് ദ കണ്ടൻറ്റ് ഓഫ് ബിറ്റ്. അതായത് ഈ ക്യാരിയിലെ ബിറ്റും പിന്നെ വേറൊരു ഡയറക്റ്റ്ലി ഒരു ബിറ്റും കൊടുത്തിരുന്നാൽ അത് തമ്മിൽ ആൻഡ് ചെയ്യും. ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ C, ക്യാരി ബിറ്റിലോട്ടായിരിക്കും സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇനി C ഹാഷ് ബിറ്റുണ്ട്, സ്ലാഷ് ബിറ്റ്. സ്ലാഷ് ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗേഷൻ ബിറ്റാണ്, നെഗേഷൻ. ദാറ്റ് മീൻസ് ബിറ്റ് 0 ആയിരുന്നെങ്കിൽ അതിനെ 1 ആക്കുക, നോട്ട് ചെയ്തിട്ട്. മനസ്സിലായി, നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നെഗേറ്റ് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പം ബിറ്റിനെ അസച്ച് എടുത്തിട്ട് വേണമെങ്കിൽ ആൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലാഷ് ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് 1 ആയിരുന്നുവെങ്കിൽ അതിനെ 0 ആക്കിയതിന് ശേഷം മാത്രം ആൻഡ് ചെയ്യുക വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് C. ഇതേപോലെ നമുക്ക് ഓറഞ്ച് ചെയ്യാം. ദാറ്റ് മീൻസ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഒരു ബിറ്റ് കൊടുത്തിട്ട് ആ ബിറ്റും ക്യാരിയിലെ ബിറ്റും തമ്മിൽ ഓർ ചെയ്തിട്ട് Cയിലോട്ട് സ്റ്റോർ ചെയ്യാം, ക്യാരിയിലോട്ട് സ്റ്റോർ ചെയ്യാം. അതർവൈസ് യു ക്യാൻ കോംപ്ലിമെൻറ്റ് ദ കണ്ടൻറ്റ് ഓഫ് ദ ബിറ്റ്. ബിറ്റിലെ കണ്ടൻറ്റ് അല്ല, ബിറ്റിന് തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുക, ക്യാരി ബിറ്റുമായിട്ട് ഓർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്യാരി ബിറ്റിലോട്ട് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി മൂവ് ഓപ്പറേഷനും യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ബിറ്റ് ഉണ്ടെങ്കിൽ ആ ബിറ്റിനെ ക്യാരിയിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ക്യാരി ബിറ്റിനെ ബിറ്റിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, എനി ഹൗ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരിയുടെയും ബോറോയുടെയും കൺസെപ്റ്റ് വരുന്ന 2 ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്, 2 അല്ല 4 ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ക്യാരിയുടെ കൺസെപ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസിൽ ക്യാരിയുടെ കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ക്യാരിയുടെ കൺസെപ്റ്റ് വരുന്ന ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, നമുക്ക് ഐട്രേഷൻ പോകാൻ പറ്റുന്ന 4 ഇൻസ്ട്രക്ഷൻസ് ആണ്. ജമ്പ് ഇഫ് ക്യാരി, ജമ്പ് ഇഫ് നോട്ട് ക്യാരി, ജമ്പ് ഇഫ് ബോറോ, ജമ്പ് ഇഫ് നോട്ട് ബോറോ. പിന്നെ നമുക്ക് ജമ്പ് ഇഫ് ബോറോ, ദെൻ ക്ലിയർ ഇറ്റ് ആൻഡ് ദെൻ ജമ്പ് ഇറ്റ് ടു റിലേറ്റീവ് അഡ്രസ്സ്. അത് നമുക്ക് പിന്നെ പറയാം. എനി ഹൗ ക്യാരിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജമ്പ് ഇഫ് ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത എന്തെങ്കിലും അരിത്മെറ്റിക് ഓപ്പറേഷൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജമ്പ് ഇറ്റ് ടു ദ റിലേറ്റീവ് അഡ്രസ്സ്. ദാറ്റ് മീൻസ് RELൻ്റെ സ്ഥാനത്ത് ഒരു അഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിൻ്റെ സഹായത്തോടു കൂടി ഏകദേശം അടുത്ത പരിധിയിലുള്ള എവിടെയോ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓൺലി തിങ് ഇസ് ദാറ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ കൺസെപ്റ്റ് ഓഫ് ക്യാരി ഹിയർ. ദാറ്റ് മീൻസ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ജമ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അഡീഷൻ ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ അരിത്മെറ്റിക് ഓപ്പറേഷന് ശേഷം ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യാം. അപ്പോൾ ജമ്പ് ഇഫ് നോട്ട് ക്യാരിയോ, ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യാം. ഡിഫറൻസ് മനസ്സിലാക്കുക, ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്താൽ മതി. ഇനി ജമ്പ് ഇഫ് ബോറോയും ജമ്പ് ഇഫ് നോട്ട് ബോറോയും ശരിക്കും സബ്ട്രാക്ഷന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ബോറോയും നോട്ട് ബോറോയും കൺസിഡർ ചെയ്യുന്നെങ്കിലും ആക്ച്വലി ദേ വിൽ ബി ലുക്കിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ക്യാരി ഇറ്റ് സെൽഫ്. ക്യാരി തന്നെയാണ് ബോറോ ആയിട്ട് മാറുന്നത്. സബ്ട്രാക്ഷൻ വരുമ്പോൾ ക്യാരിയുടെ പേര് മാറി ബോറോ ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം സബ്ട്രാക്ഷൻ ഓപ്പറേഷന് ശേഷം നിങ്ങൾക്ക് ഈ ബോറോ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ബോറോ ഉണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക, ബോറോ ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യേണ്ട. ഓക്കെ, ഇനി JBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുണ്ടോ, JBC ബിറ്റ് കൊമ റിലേറ്റീവ് അഡ്രസ്സ് അല്ലേ. ഈ ബിറ്റിൻ്റെ സ്ഥാനത്ത് ഈ കൊടുത്തിരിക്കുന്ന ബിറ്റ് സെറ്റ് ആണെങ്കിൽ, ബിറ്റിൻ്റെ വാല്യൂ ഹൈ ആണ് അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ക്ലിയർ ചെയ്യുക. അതാണ് C കൊടുത്തിരിക്കുന്നത്. JBCയിലെ C കൊടുത്തിരിക്കുന്നത് ആ ബിറ്റിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ ബിറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന ബിറ്റ് സെറ്റ് ആണെങ്കിൽ മാത്രം അതിനെന്ത് ചെയ്യുക, ക്ലിയർ ചെയ്തിട്ട് എങ്ങോട്ട് ജമ്പ് ചെയ്യുക, റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുക. ഓക്കെ, ഇൻ അതർവൈസ് ഈ ബിറ്റിൻ്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ സെറ്റ് അല്ല, 0 ആണെങ്കിൽ there is no need to perform other operation. That means ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ 2 സെറ്റ് ഓഫ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, 2 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ, JBCയിൽ
ദാറ്റ് മീൻസ് ഈ ബിറ്റ് സെറ്റാണോ നോക്കും, സെറ്റാണെങ്കിൽ ക്ലിയർ ചെയ്യും. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, റിലേറ്റീവ് അഡ്രസ്സിൻ്റെ സ്ഥാനത്തോട്ട് ജമ്പ് ചെയ്യും. ഇനി അതല്ല വേറെ ആണ്, ദാറ്റ് മീൻസ് ഈ ബിറ്റിൻ്റെ സ്ഥാനത്ത് 0 ആണ്, ഓൾറെഡി 0 ആണ്, 1 അല്ലെങ്കിൽ നമുക്കതിനെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു ജമ്പ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറും പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനും ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് വി ക്യാൻ ലുക്ക് ഓൺ ടു ദ നെക്സ്റ്റ് ക്ലാസ്.